ഹായ് ഫ്രണ്ട്സ്, ഒരു ബുൾ മാർക്കറ്റ് എപ്പോഴും IPOകളുടെ ചാകരയായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. ഇപ്പോൾ കോവിഡിന് ശേഷം US ഉണ്ടായിട്ടുള്ള ഈ റേറ്റ് കട്ട് അനൗൺസ്മെൻറ്റ് അത് തീർച്ചയായും മാർക്കറ്റിൽ മറ്റൊരു റാലിക്ക് കാരണമാകുമെന്നാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ IPOകളുടെ ഒരു കുത്തൊഴുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചും ഈ മാസം തുടക്കത്തിൽ ഓപ്പണായ 5 IPOകളെ കുറിച്ചും വിശദമായൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അന്ന് പറഞ്ഞ 5 IPOകളുടെ ലിസ്റ്റിംഗ് ഗെയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സിൻ്റെത് 65% ഒരു ലിസ്റ്റിംഗ് ഗെയിനാണ് ഉണ്ടായത്. ക്രോസ് ലിമിറ്റഡിൽ 8.12% ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടായി. ടോളിൻ ടയേഴ്സിൽ 5% ഒരു ലിസ്റ്റിംഗ് ഗെയിനാണ് ഉണ്ടായത്. എന്നാൽ തകർപ്പൻ ലിസ്റ്റിംഗ് ഗെയിൻ നേടിയത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആണ്. 135% ലിസ്റ്റിംഗ് ഗെയിൻ നേടി. അതുപോലെ ശ്രീ തിരുപ്പതി ബാലാജി അഗ്രോ ട്രേഡിംഗ് കമ്പനി 17% ലിസ്റ്റിംഗ് ഗെയിനും നേടുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും IPO അപ്ലൈ ചെയ്യുന്നവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലിസ്റ്റിംഗ് ഗെയിനിലൂടെ ലാഭം എടുക്കുക എന്നുള്ളതാണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ IPOകളും ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാക്കുന്നുണ്ട്. 90% IPOകളും അങ്ങനെ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ വർഷം കാണാൻ. എത്ര മോശം സ്റ്റോക്കായാലും ബുൾ മാർക്കറ്റിൽ ലിസ്റ്റിംഗ് നേട്ടം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ 90% മുകളിൽ സാധ്യതയുണ്ടെന്ന വസ്തുത അരക്കിട്ടുറപ്പിക്കുകയാണ് ഓരോ IPOയും. അതുകൊണ്ട് തന്നെ IPO അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ഒരു ലോട്ടറി പോലെയാണ് ഇൻവെസ്റ്റേഴ്സ് കണക്കാക്കുന്നത്. കുടുംബാംഗങ്ങളുടെ പേരിലെടുത്ത പല ഡിമാറ്റ് അക്കൗണ്ടുകളിലൂടെയും അപ്ലൈ ചെയ്ത് IPO ലഭിക്കാനുള്ള സാധ്യത പലരും വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും എന്നിട്ട് പോലും IPO കിട്ടാത്ത അവസ്ഥയുണ്ട്. എന്നാൽ ചില പാരന്റ് കമ്പനികളുടെ അവരുടെ സബ്സിഡിയറി കമ്പനികളുടെ IPO കൊണ്ടുവരുമ്പോൾ നിലവിൽ പാരന്റ് കമ്പനിയുടെ ഷെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷെയറെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഷെയർ ഹോൾഡറാണ്. അങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് IPO അലോട്ട്മെൻറ്റിൽ പ്രിഫറൻസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPOയിൽ ഇത്തരത്തിലൊന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ IPO ഡീറ്റെയിൽസിൽ ഈ കാര്യം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഈ ഡീറ്റെയിൽസിൽ നമുക്ക് കാണാം അവിടെ 5000 മില്യൺ വർത്തുള്ള ഷെയർസ് ഷെയർ ഹോൾഡേഴ്സ് കോട്ടയ്ക്ക് വേണ്ടി റിസർവ് ചെയ്ത് മാറ്റിവെച്ചതായിട്ട് നമുക്കിവിടെ ആ ഡീറ്റെയിൽസിൽ കാണാൻ കഴിയും. അപ്പോൾ എന്നവർ പറഞ്ഞത് അതായത് ബജാജ് ഫൈനാൻസിൻ്റെയോ അല്ലെങ്കിൽ ബജാജ് ഫിൻസർവിൻ്റെയോ ഷെയർ ഹോൾഡർ ആണെങ്കിൽ RHP ഡേറ്റിൻ്റെ ദിവസം ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ ബജാജ് ഫിനാൻസിൻ്റെയോ ബജാജ് ഫിൻസർവിൻ്റെ ഷെയർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ഹോൾഡിംഗ് കോട്ടയ്ക്ക് അർഹരായിരിക്കും എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരാൻ പോകുന്ന ഷെയർ ഹോൾഡേഴ്സ് കോട്ട കിട്ടാൻ സാധ്യതയുള്ള IPOകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. IPO അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് പേരൻറ്റ് കമ്പനിയുടെ ഒരു സിംഗിൾ ഷെയർ മാത്രമാണ് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടായാൽ പോലും നമ്മൾ അതിൻ്റെ ഷെയർ ഹോൾഡർ എന്നുള്ള നിലക്ക് നമുക്ക് ഷെയർ ഹോൾഡർ ക്വാട്ടയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. ഇപ്പോൾ സാധാരണഗതിയിൽ കമ്പനികൾ ഏകദേശം 5% മുതൽ 15% വരെ ഇങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ IPO മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ IPOയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ 2 പ്രധാനപ്പെട്ട ടേംസ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒന്ന് DHRP ആണ്. ഇതിൻ്റെ ഫുൾ ഫോം ആണെങ്കിൽ ഡ്രാഫ്റ്റ് റെഡ് ഹെറിങ്സ് പ്രോസ്പെക്ടസ് എന്നാണ്. ഇപ്പോൾ ഇത് IPOയുടെ വരവറിയിച്ചുകൊണ്ട് കമ്പനി എക്സ്ചേഞ്ചിൽ സമർപ്പിക്കുന്ന ഒരു കരട് രൂപമാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം IPOന് തയ്യാറെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു കരട് RHP നമുക്ക് കാണാൻ കഴിയാം. അപ്പോൾ ഈ DRHP അഥവാ ഈ ഡ്രാഫ്റ്റ് റെഡ് ഹെറിങ്സ് പ്രോസ്പെക്ട്സിൽ ഈ എല്ലാ ഡീറ്റെയിൽസും പറയണമെന്നില്ല. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് കോട്ട ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അതിൽ പറയണമെന്നില്ല. എന്നാൽ പേരന്റ് കമ്പനിയുടെ ഷെയർ കയ്യിലില്ലെങ്കിൽ ഒരു ഷെയറെങ്കിലും വാങ്ങിക്കൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത നേടാൻ ഈ ഒരു അവസരമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓൾറെഡി നിങ്ങൾ പേരന്റ് കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഈ DHRP സമർപ്പിച്ച ഉടൻ തന്നെ ഒരു ഷെയറെങ്കിലും വാങ്ങിക്കൊണ്ട് ഷെയർ ഹോൾഡർ ആകാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടേം എന്ന് പറയുന്നത് RHP ആണ്, അതായത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ഇത് DRHPയുടെ ഒരു എൻഹാൻസ്ഡ് വേർഷനാണ്. ഇതിലായിരിക്കും IPOയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുക. IPOയുടെ ഡേറ്റ്, അതുപോലെ IPOയുടെ പ്രൈസ് ബാൻഡ്, ഇഷ്യൂ സൈസ് തുടങ്ങി ഷെയർ ഹോൾഡേഴ്സ് കോട്ട എത്രയാണ് മാറ്റിവെച്ചിരിക്കുന്നത് പോലുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു ഷെയർ ഹോൾഡേഴ്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപയോളം വർത്തുള്ള ഷെയറുകൾ അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാകാറുണ്ട്. അതായത് ഒന്നിലധികം ലോട്ട് സൈസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നർത്ഥം. എന്നാൽ ഇതിൽ ഒരു ക്യാപ്പിംഗ് നിശ്ചയിക്കുന്നത് ആ കമ്പനിയുടെ IPOയുടെ ഡീറ്റെയിൽസിലായിരിക്കും. അപ്പോൾ RHPയിൽ അത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയും. അപ്പോൾ നമ്മളൊരു ഷെയർ ഹോൾഡേഴ്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മറ്റൊരു സാധ്യത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റീറ്റെയിൽ കോട്ടയിലും അപ്ലൈ ചെയ്യാം, HNI കാറ്റഗറിയിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ 3 കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനുള്ള സാധ്യത നമ്മുടെ IPO കിട്ടാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ 2024 IPOG എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഡാറ്റ പ്രകാരം 2024 വരാൻ പോകുന്ന ഷെയർ ഹോൾഡേഴ്സ് കോട്ടയിലുള്ള IPOകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുക ആശീർവാദ് മൈക്രോ ഫിനാൻസ് ആണ്. ഈ ആശീർവാദ് മൈക്രോ ഫിനാൻസ് മണപ്പുറം ഫിനാൻസിൻ്റെ ഒരു സബ്സിഡിയറിയാണ്. അപ്പോൾ ഓൾറെഡി ഇതിന് സെബിയുടെ അപ്രൂവൽ അവർ നേടിയിട്ടുണ്ട്.
എന്നാൽ DRHP ഫയൽ ചെയ്തിട്ടില്ല. രണ്ടാമത്തത് ബെൽസ്റ്റാർ മൈക്രോ ഫിനാൻസ് ആണ്. ഇത് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ സബ്സിഡിയറിയാണ്. ഇവർ ഓൾറെഡി DRHP ഫയൽ ചെയ്തിരിക്കുകയാണ്. അടുത്തത് ഹീറോ മോട്ടോകോപ്പാണ്. ഹീറോ മോട്ടോകോപ്പിൻ്റെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ഹീറോ ഫിൻകോർപ്പ് അവരുടെ DRHP ഓൾറെഡി ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അടുത്തത് NTPC ഗ്രീൻ എനർജി എന്ന് പറയുന്ന വളരെയധികം പോപ്പുലർ ആകാൻ പോകുന്ന ഒരു IPO ആയിരിക്കും ഇത്. ഇതിൻ്റെ പാരൻറ്റ് കമ്പനി നമുക്കറിയാം NTPC ആണ്. അപ്പോൾ ഇതിൻ്റെ DRHP ഓൾറെഡി ഫയൽ ചെയ്തിരിക്കുകയാണ്. അടുത്തത് ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റി എന്ന് പറയുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു IPO എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ DRHP വന്നിട്ടില്ല, അത് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അടുത്തത് HDB ഫൈനാൻഷ്യൽസ് ആണ്. ഇത് HDFC ബാങ്കിൻ്റെ സബ്സിഡിയറിയാണ്. ഇതിൻ്റെയും DRHP വെയിറ്റ് ചെയ്യുകയാണ്. അടുത്തത് റിലയൻസ് ഡീറ്റെയിൽ ആണ്. ഇത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സബ്സിഡിയറി കമ്പനിയാണ് റിലയൻസ് റീറ്റെയിൽ. ഇതിൻ്റെ DRHPയും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അടുത്തത് റിലയൻസ് ജിയോ ആണ്. ഇതും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഈ ടെലികോം മേഖലയിലുള്ള റിലയൻസ് ജിയോയുടെ ഒരു IPO എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ കനറ HSBC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു IPO പ്രതീക്ഷിക്കുന്നുണ്ട്. കനറ ബാങ്കാണ് അതിൻ്റെ പാരൻറ്റ് കമ്പനി. അതിൻ്റെ DRHPയും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 22ഓളം അത്തരം IPOകൾ ക്യൂവിൽ നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതിൻ്റെ ഒന്നും DRHP ഫയൽ ചെയ്യുകയോ RHP ഫയൽ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് DRHP എപ്പോഴാണോ ഫയൽ ചെയ്യുന്നത് അപ്പോൾ ആ സ്റ്റോക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഒരു ഷെയറെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് IPO അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയാണ് കാണേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ വെബ്സൈറ്റുകളിൽ പറയുന്ന അവരുടെ ഡാറ്റ പ്രകാരം പറയുന്ന റിപ്പോർട്ടുകളാണ്. ഇത് 100% ഈ വർഷം തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഇതിനിടയിൽ ഏതെങ്കിലും ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ, ഒരു ബെയർ മാർക്കറ്റാണ് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇവർ ഈ IPO നീട്ടിവെക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ അപ്ഡേറ്റുകൾ നോക്കിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ NHPC റിന്യൂവബിൾ എന്ന് പറയുന്ന IPO പ്രതീക്ഷിക്കുന്നുണ്ട്. അത് NHPCയുടെയാണ്. അതുപോലെ ONGC ഗ്രീൻ എന്ന് പറയുന്ന IPO പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ONGC ആണ് ഇതിൻ്റെ പാരൻറ്റ് കമ്പനി. അതുപോലെ SJVN ഗ്രീൻ എനർജിയുടെ SJVNൻ്റെ ഒരു സബ്സിഡിയറി വരാൻ പോകുന്നുണ്ട്. അതുപോലെ SBI മ്യൂച്വൽ ഫണ്ട്, SBIയുടെ മ്യൂച്വൽ ഫണ്ടായിട്ടുള്ള SBI മ്യൂച്വൽ ഫണ്ട് AMC അവർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ HDFC ബാങ്കിൻ്റെ HDFC എർഗോ ഇത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു IPO ആണ്. മറ്റൊന്ന് HDFC ബാങ്കിൻ്റെ തന്നെ HDFC ക്രെഡിലിയ എന്ന് പറയുന്ന IPOയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ കൊഡാക് മഹീന്ദ്ര ബാങ്കിൻ്റെ കൊഡാക് AMCയുടെ ഒരു IPO എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ PNB മെറ്റ് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു IPO പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗറിൻ്റെ ബജാജ് എനർജി എന്ന് പറയുന്ന ഒരു IPO പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ റിലയൻസ് ക്യാപിറ്റലിൻ്റെ റിലയൻസ് ജനറൽ ഇൻഷുറൻസ് എന്ന IPO പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ICICI ബാങ്കിൻ്റെ ICICI AMC പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ആക്സിസ് ബാങ്കിൻ്റെ ആക്സിസ് AMCയും പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഇൻഫോ എഡ്ജിൻ്റെ jeevansathi.com എന്നുള്ള IPOയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഹീറോ മോട്ടോകോപ്പിൻ്റെ തന്നെ ഏത്തർ എന്ന് പറയുന്ന ഇലക്ട്രിക് മൊബിലിറ്റി കമ്പനിയുടെ IPOയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ധാരാളം IPOകൾ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം പാരൻറ്റ് കമ്പനികളുടെ ഒരു ഷെയറെങ്കിലും വാങ്ങിക്കൊണ്ട് നമുക്ക് IPO കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുക എന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.